Let's go. ഹായ് ഫ്രണ്ട്സ്, പച്ചമാങ്ങയോട്ട കേരള സ്റ്റൈൽ മീൻ കറി. മാങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിടുക. അതിൻ്റെ ഒപ്പം ഒരു 2 തക്കാളിയും ഇടുക. ഇതുപോലെ നന്നായിട്ട് അരിഞ്ഞിട്ട് ഇടുക. അതിൻ്റെ ഒപ്പരം പച്ചമുളകും ഇടുക. പച്ചമുളക് നല്ല നിങ്ങൾക്ക് എരിവിന് ആവശ്യത്തിന് ഇടുക. പിന്നെ ഇഞ്ചിയും കൂടി ഇടുക. ഇഞ്ചി സ്ലൈസായിട്ട് കട്ട് ചെയ്തിട്ടിടുക. അതിൻ്റെ ഒപ്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇവിടെ ഞാൻ 2 സ്പൂണാണ് ഇടുന്നത്. നിങ്ങളുടെ എരിവിന് കണക്കായിട്ട് നിങ്ങൾക്ക് ഇടുക. പിന്നെ ഉപ്പ് ടേസ്റ്റിന് അനുസരിച്ചിട്ട് ഉപ്പും വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് കട്ടാക്കി ക്ലീൻ ചെയ്ത് വെച്ച മത്തിയും കൂടി അതിൽ ചേർക്കാം. പിന്നെ പച്ചമാങ്ങ ആയതുകൊണ്ട് പുളി ഇടണമെന്നില്ല. പക്ഷേ എൻ്റെ മാങ്ങയ്ക്ക് പുളി കുറച്ച് കുറവായതുകൊണ്ട് ഞാൻ പുളിയും ചേർത്ത് പിന്നെ ഇതിങ്ങനെ അടുപ്പത്ത് വെച്ച് കൊടുക്കുക. അടുപ്പത്ത് വെച്ച് മൂടി വെക്കാം. മൂടി വെച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയപ്പോൾ അതിനും പതിച്ചിട്ടില്ലായിരുന്നു. എന്നിട്ടൊന്നും കൂടി ഞാൻ മൂടി ഇങ്ങനെ പതിച്ച് വരുന്ന സമയത്ത് മാങ്ങ എടുത്ത് നോക്കുക. മാങ്ങ നല്ലോണം വെന്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഒപ്പം അരച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കുക. തേങ്ങ ചേർത്തി നല്ലോണം മിക്സാക്കി, നല്ലോണം മിക്സ് എന്ന് പറഞ്ഞാൽ നല്ലോണം മിക്സ് ചെയ്താൽ പിന്നെ മീനെല്ലാം ഒടിഞ്ഞു പോകും. ഒത്ത രീതിയിൽ മിക്സ് ചെയ്ത് അതൊന്ന് പതുക്കാൻ വിടുക. പതിച്ചതിന് ശേഷം ഉപ്പെല്ലാം ടേസ്റ്റിന് കറക്റ്റായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വരവിലേക്ക് പോകാം. കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് ചൂടായതിന് ശേഷം കടുകും ഉലുവയും പിന്നെ കറിവേപ്പിൻ്റെലയും ചേർത്ത് ആ മിക്സർ ഞങ്ങളുണ്ടാക്കിയ കറിയിലേക്ക് ഇടുക. നല്ലോണം ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് മൂടാം. ഇതാണ് ഗൈസ്.